നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കാമനാട് മുതൽ നീണ്ടകര വരെയുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മുതൽ കൊല്ലം ജില്ലയിലെ മേവറം വരെയുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ഡ്രോൺ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ബാറ്ററി ചാർജ് ബാക്കിയുണ്ട്. നമ്മളിപ്പം കാമനാടിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ അവർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ഒരു സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും അവർ മെറ്റിലിട്ട് നിർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിരത്തിയെടുത്ത ഭാഗത്തായിട്ട് തന്നെ വീണ്ടും മെറ്റിലിട്ട് നിരത്തിയെടുക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്യാനുള്ള പണിയുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് നിന്ന് വിശ്വസമുദ്രയുടെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വരെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കരാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ വിശ്വസമുദ്രയുടെ പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ ശിവാലയയുടെ പണി ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശ്വസമുദ്രയുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ രണ്ട് ഭാഗത്തും ഓടയുടെ നിർമ്മാണവും ഇതേപോലെ തന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് മെറ്റിലൊക്കെ ഇട്ട് വരുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനു മുമ്പേ ഈ ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. നമ്മളിപ്പം നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്തേക്കൊക്കെ അടുക്കുമ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിരത്തിയെടുത്തതിന് ശേഷം അവരിപ്പം ക്രാഷ് ബാരിയറുടെ നിർമ്മാണം വലതുഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായി വരുന്നുണ്ട്. നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു വലതുഭാഗത്തും ഇടതുഭാഗത്തും. അവരിപ്പം ഇത്രയും മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് മണ്ണ് കുറച്ചുകൂടെ അവർ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഒരു കലുങ്ക് ഇതിനടിയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ പണിയും ഇനി അത് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പോൾ ഈ വളവ് വരുന്നിടത്ത് തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ തന്നെ ഓടയുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. നമ്മളിവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലുങ്കിൻ്റെ നിർമ്മാണവും ഇവിടെ ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൊക്കെ റോഡ് പണിയതിന് ശേഷം മാത്രം വാഹനങ്ങളൊക്കെ ഇനി അതിൻ്റെ മുകളിൽ കൂടി കടത്തി വിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഇപ്പുറത്ത് പൊളിച്ചിട്ട് അതിൻ്റെ ബാക്കി കലുങ്കിൻ്റെ നിർമ്മാണം നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ബാക്കിയുണ്ടായിരുന്ന പൈലിംഗ് വർക്കുകളൊക്കെ വലതുഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടതുഭാഗത്ത് ഇനി ഒരു സൈഡിൽ കൂടി പൈലിംഗ് വർക്കുകൾ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ വലിയ പോസ്റ്റുകൾ വയ്ക്കുന്നുണ്ട്. അത്രയും പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പൈലിംഗ് വർക്കുകൾ പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലുള്ള പണി മാത്രമേ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. മൊത്തം പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നീണ്ടകര ഭാഗത്തായിട്ട്. നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ വടക്കേ എൻഡ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ കാണുന്ന ആദ്യത്തെ രണ്ട് പിയറുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ടോപ്പിൽ കമ്പിയൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള പണിയുടെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിലായിട്ട് തന്നെ ആ ഒരു കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നതും കാണാൻ പറ്റും. പിന്നെ അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള പണിയൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിരത്തിയെടുത്ത് പിന്നെ ഒരു സൈഡിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി അത്രയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്ന വഴിക്കെല്ലാം കുറച്ച് മെറ്റിലിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ പിന്നെ പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഇവിടെയും ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പള്ളിയുടെ കുറച്ച് സ്ഥലം കൂടെ ഏറ്റെടുത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, തുടങ്ങാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തേ സൈഡിലായിട്ട് തന്നെയാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത്
പണി കുറച്ച് പൂർത്തീകരിക്കുന്നത്. വലത്തേ സൈഡിൽ ഇനിയും കുറച്ചും കൂടെ ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി ഇനിയും ബാക്കിയുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്തെല്ലാം തന്നെ ഒരു പ്രധാനമായിട്ട് മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറെ അപ്ഡേറ്റ് ഒന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. ഇവിടെ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ കുറച്ച് വീതിയേ ഉള്ളൂ, അപ്പോൾ സ്പീഡ് കുറച്ച് വരാൻ ശ്രമിക്കുക. ഇവിടെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം പമ്പിൻ്റെ അടുത്തോട്ടൊക്കെ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ വലത്തേ സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. അതിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് വരുമ്പം ഇവിടെയും മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ റോഡ് കടന്നു പോകുന്നത്. അപ്പം ഇവിടെ ഇനി വലത്തേ സൈഡിൽ കൂടെയൊക്കെ ഇനി വാഹനങ്ങൾ കടത്തിവിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ ഇനി ഇടത്തേ സൈഡിൽ റോഡ് കുത്തിപ്പൊളിച്ചുള്ള പണിയൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയാണ്. ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കുക.